നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് UAE 24 കേരള ക്രിക്കറ്റ് ചലഞ്ച്. അടുത്ത മാസം നടത്തുന്ന പരിപാടിയുടെ പരിശീലനങ്ങൾ ദുബായിൽ തകൃതിയായി നടക്കുകയാണ്. ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് UAEയിൽ ആരാധകരേറെയാണ്. അതിനാൽ തന്നെ ദുബായിലും ഷാർജയിലും അബുദാബിയിലുമൊക്കെ നടക്കാറുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു കവിയുന്നത് ഒരു പതിവ് കാഴ്ചയുമാണ്. ഇത്തരത്തിൽ ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്നവർക്കായി ദുബായിൽ ക്രിക്കറ്റ് ഉത്സവം ഒരുക്കുകയാണ് 24 ന്യൂസ്. ഇൻഡോർ ക്രിക്കറ്റ് ആരാധകർക്കും ആസ്വദിക്കാനാകുന്ന തരത്തിൽ ഇൻഡോർ ക്രിക്കറ്റ് മത്സരം. And I want to congratulate the 24 News for organizing the Kerala Cricket Challenge at Danube Sports World, the #1 sports indoor facility in Dubai, where 14 district teams will be challenging, and apart from that there will be 6 women teams vying against each other. Well, the temperatures in Dubai is going up, but mind you, on the 13th of June till the 15th of June it's going to break the ceiling. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഓരോ ജില്ലകളിലെയും പ്രവാസികൾ ഗ്യാലറിയിൽ നിറഞ്ഞൊഴുകുമെന്ന് ഉറപ്പാണ്. പങ്കെടുക്കുന്ന ടീമുകൾക്ക് ആവേശമൊരുക്കാൻ ടീമുകളുടെ ബ്രാൻഡ് അംബാസഡർമാരായി UAEയിലെ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാർ രംഗത്തെത്തിയിട്ടുണ്ട്. For Kerala Cricket Challenge, this is our first step. That is, for the first time we are involving 14 influencers, some of the top influencers from UAE, who will actually influence and would own a district and promote a district team and kind of create a sort of a hype for each district. I think it was a good beginning. ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്നവർക്കായി 24 ഒരുക്കുന്ന ഈ ക്രിക്കറ്റ് പൂരത്തിന്റെ ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ്. കളിക്കളത്തിൽ തീ പാറിക്കാനായി കഠിന പരിശീലനത്തിലാണ് താരങ്ങൾ. ഡാന്യൂബ് സ്പോർട്സ് വേൾഡ് ഉൾപ്പെടെയുള്ള ഇൻഡോർ ഗ്രൗണ്ടുകളിലാണ് ഓരോ ടീമുകളും ആവേശത്തോടെ പരിശീലനം തുടരുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരെ രംഗത്തിറക്കിയാണ് ഓരോ ടീമും കപ്പ് തങ്ങൾക്കു തന്നെയെന്ന് ഉറക്കെ പറയുന്നതും. ഹായ്, ഞാൻ കൃഷ്ണ കറാട്ടെ, എമിറേറ്റ്സ് ഇൻഡോർ UAE ടീമിൻ്റെ ഒരു ഭാഗമാണ്. ലാസ്റ്റ് ഇയർ മാസ്റ്റേഴ്സ് വേൾഡ് സീരീസ് ചാമ്പ്യൻസ് ടീമിൻ്റെ ഒരു മെമ്പർ കൂടെയാണ്. UAE won the first ever Masters World Series for the first time ever, and very happy to be a part of that team. അതിന് പുറമെ UAEക്ക് വേണ്ടി ലാസ്റ്റ് 3-4 years റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് 2015 UAE വേൾഡ് കപ്പ് സ്ക്വാഡ് ഔട്ട്ഡോർ ടീം ആസ് വെൽ. 24 KCC ടൂർണമെൻറ്റിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. Really looking forward to play this tournament, and all the best to all Malayalis who are playing this tournament. Good luck. Hi, I'm Arjun Manohar. I represent Emirates Indoor UAE. Really stoked to be a part of 24 KCC. I've played at some international levels. Played in Sri Lanka, I've played in Bangalore. But this initiative for the Keralites all over UAE to come and represent the respective districts, I think is a great feeling, and I am extremely looking forward to being a part of this tournament. Let's go. Hi, I'm Jezo. Hi, I'm Zanev. നമ്മൾ രണ്ടുപേരും UAE മാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗമായിട്ട് ഏഷ്യ കപ്പ്, ലാസ്റ്റ് വേൾഡ് കപ്പ് ഒക്കെ കളിച്ച ആൾക്കാരാണ്. നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. So yeah, we are very excited to be part of 24 KCC. So let's play together and win. ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ അടുത്ത മാസം 13, 14, 15 തീയതികളിലായാണ് മത്സരം നടക്കുക. പുരുഷ ടീമുകളുടെ മത്സരങ്ങൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിനെത്തുന്നു എന്ന പ്രത്യേകതയും 24 കേരള ക്രിക്കറ്റ് ചലഞ്ചിനുണ്ട്. മത്സരത്തിന്റെ പ്രവേശനം സൗജന്യമായിരിക്കും. ഇത്തരത്തിൽ ക്രിക്കറ്റിന്റെ ലഹരിയിൽ അമരാൻ ഒരുങ്ങിയിരിക്കുകയാണ് UAE. ഐ ആം ജൂബി ഷാജി. ഞാൻ 24 KCC ടീമിന് വേണ്ടി കളിക്കാൻ വന്നതാണ്. ഞങ്ങൾ വിജയിച്ചിരിക്കും. So happy to be a part of KCC 24. Come on!
It's a great initiative by the KCC, 24 KCC tournament committee. ഇതുപോലത്തെ നല്ല high profile tournaments ഉണ്ടാവുന്നത് not only for the cricket lovers but for the entire cricket fraternity, especially for the young generation and also for the amateur cricketers. ഇവർക്ക് എല്ലാവർക്കും ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതുപോലത്തെ ഒരു നല്ല ടൂർണമെന്റ്സ് ഇൻ എ ഗ്രേറ്റ് ഫെസിലിറ്റി ലൈക്ക് ഡന്യൂബ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും നടപടികളും വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ അയച്ച പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. സന്ദർശനം വിജയകരമായിരുന്നുവെന്നാണ് സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രതിനിധികൾ അവകാശപ്പെടുന്നത്. പെഹൽഗാം വിഷയത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അവതരിപ്പിക്കാനും UAEയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു സർവകക്ഷി പ്രതിനിധി സംഘം UAEയിലെത്തിയത്. 2 ദിവസമാണ് സംഘം UAEയിൽ ഉണ്ടായിരുന്നത്. അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം അഹമ്മദ് മീർ ഖൗറിയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 59 MPമാർ, മുൻ മന്ത്രിമാർ, രാഷ്ട്രീയക്കാർ, നയതന്ത്രജ്ഞർ എന്നിവർ 32 രാജ്യങ്ങളിലേക്കും ബ്രസൽസിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്തേക്കുമാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യയുമായി ശക്തമായ നയതന്ത്ര സഹകരണം നിലനിർത്തുന്ന UAEയിലെത്തിയ ദൗത്യ സംഘത്തിൽ ET മുഹമ്മദ് ബഷീർ MP, ബാൻസുരി സ്വരാജ് MP, അതുൽ ഗാർഗ് MP, സാംസിദ് പാത്ര MP, മനൻകുമാർ മിശ്ര, മുൻ പാർലമെന്റ് അംഗം SS അലുവാലിയ, മുൻ അംബാസിഡർ സുജൻ ചിനോയ് എന്നിവർ അംഗങ്ങളാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും നടപടികളും സംഘം നയതന്ത്ര തലങ്ങളിൽ വിശദീകരിക്കും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും നടപടികളുമാണ് സംഘം നയതന്ത്ര തലങ്ങളിൽ പ്രധാനമായും വിശദീകരിച്ചത്. പെഹൽഗാം ആക്രമണമുണ്ടായപ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ രാജ്യങ്ങളിൽ ഒന്ന് UAE ആയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിനെയും ഫോണിൽ വിളിച്ച് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് UAE കൃത്യമായി അറിയിക്കാനായെന്നും സംഘം വ്യക്തമാക്കി. UAE, we met different dignitaries and everyone stood firmly with India. It was UAE who first tweeted and condemned this Pahalgam attack. And when we met these dignitaries, we met His Highness Sheikh Nayanji, we met the Defense Council Chairman, we met some influencers, young influencers, podcasters, so different communities. We also met yesterday, met the Indian diaspora. We met different dignitaries in this United Arab Emirates, discussing a lot on terrorism, discussing a lot on India-UAE relationship. I think the message which we want to give to the entire world. സന്ദർശനത്തിന്റെ ആദ്യ ദിനം പ്രധാനമായും 4 മീറ്റിംഗുകളായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത്. ആദ്യത്തേത് UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായിട്ടായിരുന്നു. ഭീകരവാദത്തെ മറികടക്കുന്നതിൽ ഇന്ത്യക്കൊപ്പമാണെന്നും ഇന്ത്യയും UAEയും ഒരുമിച്ച് ഭീകരവാദത്തെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുഐമിയുമായി കൂടിക്കാഴ്ച നടന്നു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം ഇന്ത്യയിലെ ജനങ്ങളുടെയും ഇന്ത്യയുടെയും
സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്തതാണെന്നും ഇന്ത്യയുമായുള്ളത് നയതന്ത്ര ബന്ധത്തിനും അപ്പുറമുള്ള ബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It's not ready. We already are cooperating. You see, it's not something that negotiable from our side. Our commitment toward Indian national security is non-negotiable. India is a strategic partner. It's not only with the government, it's with the people, it's with the nation. We have a history of relationship with India. We want to take it to the next level. We want to, make sure that the future, both nation, the people will enjoy a better relationship, and we will work together, not only based on our bilateral relationship, but India is the largest nation globally. The Indian economy is now almost being the third economy in the world, and it is moving forward. So I think we have to take advantage of that achievement in all sectors for our bilateral relationship, for the benefit of the people in the region and globally. And this is where നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബിയുമായും സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുകയായിരുന്നു സംഘം ലക്ഷ്യമിട്ടത്. ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ ആശങ്കയും കൂടിക്കാഴ്ചയ്ക്കിടെ സംഘം പങ്കുവച്ചു. ഒപ്പം പ്രചരണങ്ങൾക്കെതിരെ വസ്തുതാപരമായ തെളിവുകളും ഹാജരാക്കിയതായി സംഘാംഗം ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് ഉയർന്നു വരേണ്ട കാര്യം, അതിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യം നിങ്ങളാരും ചോദിച്ചു. UAEയും ഇന്ത്യയും അതിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട്, ഒരേ സ്വരം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. കാരണം എല്ലായിടത്തും ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് അവർ കുറച്ച് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നേക്കും. അതിനു മുമ്പ് സമാന ചിന്താധികാരായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ട് മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇത് വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പക്ഷത്തെ, ഇന്ത്യയുടെ സമീപനത്തെ രണ്ടും ഇവിടെ പറഞ്ഞു. അതായത് നമ്മളെ പഹൽഗാമിലുള്ള സംഭവവികാസവും നമ്മുടെ ഇത് യുദ്ധരംഗത്തെ സംഗതികളും, ആ രണ്ട് സംഗതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ കറക്റ്റായിട്ടുള്ള സമീപനം എടുത്തത്. ഒരിക്കലും ഇന്ത്യക്ക് പാളിച്ച പറ്റിയിട്ടില്ല. ഇവരാദ്യത്തെ പഹൽഗാമിൽ ചെയ്ത സമയത്ത് ഇന്ത്യ പറഞ്ഞു, നോക്ക്, നിങ്ങൾ വിവരം അറിയാൻ വേണ്ടി പോവുകയാണ്, ശക്തമായിട്ട് നേരിടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഈ എന്താ പറയുക അൺഇമാജിനബിൾ ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ശക്തമായിട്ട് പറഞ്ഞു. ഏതാനും സമയം തന്നെ നിന്ന് കുറച്ച് അനങ്ങാതെ പിന്നെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചടിച്ചത് അതിശക്തമായിരുന്നു. ഇന്ത്യ ക്യാൻ ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ആ സ്വഭാവത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് മാത്രമല്ല, ഇത് വേറൊരു പ്രത്യേകത കൂടി നമ്മൾ കാണണം. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. സംസ്കാരങ്ങൾ, മതങ്ങൾ എല്ലാം. പക്ഷേ ഈ പ്രശ്നം വന്ന സമയത്ത് ഒരാത്മാവ് പോലെ, ഒരു ശരീരം പോലെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അബുദാബിയിൽ വെച്ച് ഇന്ത്യൻ സമൂഹത്തെയും പ്രതിനിധി സംഘം അഭിസംബോധന ചെയ്തു. ഈ പരിപാടിയിലും ഇന്ത്യയിലെ ബഹുസ്വരതയെയും മതസാമുദായിക ഐക്യത്തെയും തകർക്കാൻ നടന്ന ശ്രമത്തെ തുറന്നു കാണിക്കാനും സംഘത്തിനായി. ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിഭജന ശ്രമങ്ങളെ ചെറുക്കുന്ന പ്രവാസി സമൂഹത്തെ പരിപാടിയിൽ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ അഭിനന്ദിച്ചു. അബുദാബിയിൽ നിന്ന് മടങ്ങിയ സംഘം ഇനി ലൈബീരിയ, കോങ്കോ, സിയോറ ലിയോൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളെ സന്ദർശിച്ച ഈ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കും. ഇതിനുശേഷമാകും സംഘം ഇന്ത്യയിലേക്ക് മടങ്ങുക. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി ദോഹയിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ കാർണിവൽ ശ്രദ്ധേയമായി. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്.
ഇന്ത്യയുടെ കലാ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ വർണ്ണശബളമായ 2 ആഘോഷരാവുകൾക്കാണ് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ വേദി സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയുടെ തെക്കുവടക്ക് സാംസ്കാരിക പാരമ്പര്യവും നൃത്ത സംഗീത ശൈലികളും താളവാദ്യങ്ങളോടെ ഒരേ വേദിയിൽ അണിനിരന്നപ്പോൾ അത് സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി. വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നൂറുകണക്കിന് കലാകാരികൾ അണിനിരുന്ന പ്രധാന വേദിക്ക് പുറത്തെ തുറന്ന അരങ്ങിലെത്തിച്ചു. 200ഓളം ആളുകൾ പങ്കെടുത്ത ഗർഭ നൃത്തം കാഴ്ചക്കാർക്ക് ഹൃദ്യമായ അനുഭവം സമ്മാനിച്ചപ്പോൾ പരായ്, തോൽദാഷ തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക ആഘോഷങ്ങളെ ഒരുമിപ്പിക്കുന്ന സാംസ്കാരിക അനുഭവമായി. കേരളത്തിന് ചെണ്ടമേളം ഉൾപ്പെടെ താളമേളവാദ്യങ്ങളും വിവിധ നൃത്തപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഐഡിയൽ സ്കൂളിലെ മൈതാനത്ത് നടന്ന മെഗാ തിരുവാതിരയും ഗർഭ നൃത്തവും കുമ്മികളിയും ചെണ്ടമേളവുമാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. രാത്രി 8 മണിയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായി. ഖത്തർ ഷൂട്ടിംഗ് ഫെഡറേഷൻ ടെക്നിക്കൽ ചെയർമാൻ അബ്ദുള്ള അൽ ഹമ്മദി പ്രത്യേക അതിഥിയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയം കമ്മ്യൂണിറ്റി പോലീസിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ ഡോക്ടർ ഇബ്രാഹിം അൽ സുമൈ, വർക്കേഴ്സ് സ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അഹമ്മദ് അൽ മുഹന്നദി, ഹ്യൂമൻ റൈറ്റ്സ് വിഭാഗം പ്രതിനിധി ക്യാപ്റ്റൻ നാസർ മുബാറക് അൽ ദോസരി, ഹെഡ് ഓഫ് ഒക്യുപേഷണൽ സേഫ്റ്റി ഡോക്ടർ മുഹമ്മദ് അൽ ഹജ്ജാജ്, ആഭ്യന്തര മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, പൊതുജനാരോഗ്യ വിഭാഗം തുടങ്ങി സർക്കാർ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ICC കാർണിവൽ സുവനീർ അംബാസിഡർ വിപുൽ പ്രകാശനം ചെയ്തു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിൽ ഇത്തരം ആഘോഷങ്ങളുടെ പ്രാധാന്യം വിശദീകരിച്ച അംബാസിഡർ ഇന്ത്യയുടെ ഉത്സവം പ്രവാസ മണ്ണിൽ വിജയകരമായി സംഘടിപ്പിക്കുന്ന ICCയെ പ്രത്യേകം അഭിനന്ദിച്ചു. ICC ജനറൽ സെക്രട്ടറി എബ്രഹാം കെ ജോസഫ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കൾച്ചറൽ സെന്ററിന് കീഴിലെ വിവിധ അസോസിയേറ്റഡ് സംഘടനകൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, നൃത്തകലാ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അണിനിരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ വേദിയിലെത്തിച്ചു. രാത്രി 12 മണിവരെ നീണ്ടുനിന്ന സംഗീത പരിപാടിയിൽ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങളുമായി അനൂപ് ശങ്കർ കൂടി എത്തിയതോടെ കാർണിവൽ രാവ് സംഗീത സാന്ദ്രമായി. കാർണിവലിനോടനുബന്ധിച്ച് ICC ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ചിത്ര പ്രദർശനവും ഫിലിം ക്ലബിന്റെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ അഭിനയ പ്രതിഭകളുടെ കട്ടൌട്ടുകൾ കൊണ്ട് അലങ്കരിച്ച വേദി ഇന്ത്യൻ സിനിമയുടെ ദൃശ്യവൽക്കരണം കൂടിയായി. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.